ശബരിമലയിൽ കയറാതെ മാല ഊരി തിരിച്ചുപോയവർ കപടഭക്തന്മാരെന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ. യഥാർത്ഥ ഭക്തർ മാല ഊരി മടങ്ങില്ലെന്നും ശബരിമലയിൽ കുഴപ്പമുണ്ടാക്കാൻ ബോധപൂർവം ശ്രമം നടന്നുവെന്നും കെ രാധാകൃഷ്ണൻ നിയമസഭയിൽ പറഞ്ഞു. ശബരിമലയിൽ സർക്കാരിന് മൾട്ടി ലാംഗ്വേജ് തെറി കേൾക്കേണ്ടി വന്നുവെന്ന് പി.സി. വിഷ്ണുനാഥ് പരിഹസിച്ചു. ചരിത്രത്തിലാദ്യമായി അയ്യപ്പ ഭക്തന്മാർ ശബരിമലയിലേക്ക് പോകാൻ മാലയിട്ടിട്ട് പന്തളം ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തിന് മുന്നിൽ വന്ന് മാലയൂരേണ്ടുന്ന അവസ്ഥ വരെ ഈ വർഷം ഉണ്ടായിട്ടുണ്ട്. ഈ യഥാർത്ഥ ഭക്തന്മാരാരും മാലയൂരിയിട്ടോ തേങ്ങ ഉടച്ചോ പോയിട്ടില്ല. കപട ഭക്തന്മാർ മാത്രമാണ് ചെയ്തിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. നിയമസഭയിലെ ചോദ്യോത്തരവേളയിലായിരുന്നു മന്ത്രി കെ രാധാകൃഷ്ണന്റെ രൂക്ഷ വിമർശനം. ശബരിമലയെ തകർക്കാൻ ബോധപൂർവം ചിലർ ശ്രമിച്ചുവെന്നും വ്യാപകമായി വ്യാജവാർത്തകൾ പ്രചരിപ്പിച്ചുവെന്നും മന്ത്രി കെ രാധാകൃഷ്ണൻ. ഈ വർഷം തിരക്ക് ചില സന്ദർഭങ്ങളിൽ വർദ്ധിച്ചു വന്നു. അതിൻ്റെ ഭാഗമായിട്ട് ചില ദിവസങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതുപയോഗിച്ചുകൊണ്ട് ഈ ശബരിമലയെ തകർക്കാൻ വേണ്ടിയുള്ളൊരു പ്രവർത്തനം നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കത്തക്ക രീതിയിലാണ് അതിൻ്റെ വ്യാജ പ്രചരണങ്ങൾ നടന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ശബരിമല സന്നിധാനത്ത് വെച്ച് ഭക്തരെ തല്ലിച്ചതയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വലിയ വീഡിയോ പ്രചരിപ്പിച്ചത്. യഥാർത്ഥത്തിൽ ആ ഭക്തൻ എന്ന് പറയുന്ന ആളെ തല്ലുന്നത് ആന്ധ്രയിലോ തെലങ്കാനയിലോ മറ്റോ വെച്ചാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ അവരുടെ ഭാഷയിൽ സർക്കാരിനെ കുറ്റം പറഞ്ഞുവെന്ന പി.സി. വിഷ്ണുനാഥ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവര് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അവരുടെ എല്ലാം ഭാഷയിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത് സർക്കാരിന് നല്ലതല്ല. മൾട്ടി ലാംഗ്വേജ് തെറി നമ്മൾ കേൾക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് ഒഴിവാക്കണം. ശബരിമലയിൽ നിന്നുള്ള വരുമാനം വർദ്ധിച്ചിട്ടുണ്ടെന്നും ദേവസ്വം വകുപ്പ് മാത്രം 30 കോടി രൂപ ശബരിമലയ്ക്കായി ഈ വർഷം ചെലവഴിച്ചെന്നും മന്ത്രി സഭയെ അറിയിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.